അല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, മാറാതിരിക്കുന്നത് മാറ്റം മാത്രമാണെന്ന് പറഞ്ഞു വെച്ചല്ലോ. ഞങ്ങൾക്ക് എല്ലാ വോട്ടും വേണം. ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ പലതും ചേർച്ച വരില്ലേ. സ്വരച്ചേർച്ച ഇല്ലാതെ എടുത്തല്ലേ പിന്നീട് ചേർച്ച വരുന്നത്. ഞങ്ങൾക്ക് NSSമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്, സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവർ സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം? എന്താ? കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യാനാണ്? MV ഗോവിന്ദൻ മാസ്റ്ററുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം മൂന്നാം ഊഴമെന്ന ഉറപ്പ് പെരുന്നയുടെ പിന്തുണയിലാണോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് K അനിൽകുമാർ CPM-ൽ നിന്ന്, ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് VV രാജേഷ് BJP-യിൽ നിന്ന്. അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോ ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ആത്മവിശ്വാസം ഒരു തുടർ ഭരണത്തിന്റെ അവസാനത്തെ വർഷവും ഒരു പാർട്ടിക്കുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യവുമാണ്. പക്ഷേ കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്ന ചോദ്യം, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്ന ചിന്ത എങ്ങനെയാണ് CPM-ന് ഉണ്ടാകുന്നത്? സമീപകാലത്ത് ആ പാർട്ടി ചെന്നുപെട്ട അതിഗുരുതരമായ രാഷ്ട്രീയവും സംഘടനാപരമായ തകർച്ചയുടെ ആഴങ്ങൾ തിരിച്ചറിയുന്ന ഏതൊരാൾക്കും കോൺഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കാനാകും. ദേശീയ രാഷ്ട്രീയത്തിൽ BJP-ക്കെതിരായ ഒരു ദേശീയ പ്രതിരോധത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം കോൺഗ്രസിന് കൂടി പങ്കുണ്ട് എന്ന ധാരണയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടി അനുകൂലമായ ഒരു ഫലം ഇന്ത്യ മുന്നണിക്ക് പൊതുവിലുണ്ടായത്. അത് BJP-ക്ക് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാക്കി ഘടകകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു. ഭരണഘടനാ ഭേദഗതിയിലേക്ക് BJP-ക്ക് സഹായകരമല്ലാത്ത ഒരു ജനവിധി ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനുശേഷം എന്താ ഉണ്ടായത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മേൽക്കൈ കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു. അതിനുശേഷം തന്നെ ഓരോ തെരഞ്ഞെടുപ്പുകളും നോക്കൂ, എണ്ണി പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എങ്ങനെ പരാജയപ്പെട്ടു? പരസ്പരം തൊഴുത്തിൽ കുത്തി, തമ്മിൽ തല്ലി, ധൂർത്തുപുത്രന്മാരെ പോലെ BJP-ക്കെതിരായി ജയിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോലും തോറ്റു കൊടുക്കുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP-യെ തോൽപ്പിക്കാനുള്ള ശേഷി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. മഹാരാഷ്ട്രത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? മഹാരാഷ്ട്രത്തിൽ വൻ വിജയം നേടിയിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായി അവസ്ഥ? പക്ഷേ കേരളത്തിൽ CPM-ന് എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കിട്ടും എന്ന് പറഞ്ഞതിന് ശേഷം കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് സാമുദായിക പിന്തുണയില്ല എന്നത് കൂടിയാണോ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2021 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭ്യമായതിൻ്റെ സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം പെർഫോം ചെയ്ത ഗവൺമെൻറ്റാണത്. ഞങ്ങൾ വീണ്ടും കേരളത്തിലെ ബഹുജനങ്ങളുടെ മുന്നിൽ സവിനയം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ സർക്കാർ ആദ്യം ഒരു 600 കാര്യം പറഞ്ഞു, ഇപ്പോൾ 900 കാര്യം പറഞ്ഞു. ഞങ്ങൾ എവിടെ വരെ എത്തി? കേരളം എവിടെ വരെ എത്തി? നമ്മൾ തലകുനിക്കേണ്ട ഏതെങ്കിലും കാര്യം ഇന്ത്യ രാജ്യത്ത് കേരളത്തിനുണ്ടോ? ഈ 10 കൊല്ലത്തിലേക്ക് കേരളം എവിടെയെങ്കിലും പിന്തള്ളപ്പെട്ടോ? രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളമെന്ന് എല്ലാ രംഗത്തും പൊതുവിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും അവസാനം വന്ന പഠനങ്ങളെല്ലാം കാണിക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ ദ്രോഹകരമായ കടന്നാക്രമണം നമ്മുടെ സാമ്പത്തിക അവകാശങ്ങളുടെ മേലെ നടത്തിയിട്ടും കടത്തിന്റെ കാര്യത്തിൽ 15ാം സ്ഥാനത്ത് മാത്രമാണ് കേരളമെന്ന CRAGയുടെ റിപ്പോർട്ട് വന്നപ്പോൾ കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക ചർച്ച എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഡെവലപ്മെന്റൽ വിഷയങ്ങളിലുള്ള ഒരു ചർച്ച എന്ന നിലയ്ക്ക് വിടുകയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാവുന്ന കഴിഞ്ഞ 3-4 ദിവസമായി വളരെ സജീവമായി ചർച്ചയാകുന്നത് ഈ അയ്യപ്പ സംഗമവും തുടർന്നുണ്ടായ സാമുദായിക സാഹചര്യങ്ങളും ഒക്കെയാണ്. അങ്ങ് അതിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഞാൻ 2 ചോദ്യങ്ങളിൽ അങ്ങയുടെ ഉത്തരത്തിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോഴും അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇതിപ്പോ ഈ NSSന്റെ പിന്തുണയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് മുൻപ് സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്വരച്ചേർച്ച ഇല്ലാതിരുന്നിടത്തല്ലേ പിന്നീട് ചേർച്ച ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. അപ്പോ ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം സ്വരച്ചേർച്ച ഇല്ലാതിരുന്ന ഇടത്തുനിന്ന് ഇപ്പോൾ സ്വരച്ചേർച്ച ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് NSSമായി ഡയറക്റ്റാണ്. അങ്ങ് ഇനിയും മറ്റു വിഷയങ്ങളിലേക്ക് പോകരുതേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം,
2018 സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാൻ ബാധ്യതയുള്ള വിധിയായിരുന്നു. സുപ്രീം കോടതി തന്നെ അതിലൊരു സംശയം പ്രകടിപ്പിക്കുകയും അത് ഒരു വിശാലമായ ബെഞ്ചിന് വിടുകയും ചെയ്തതോടെ ആ കോടതി വിധി, NSS എതിർത്ത കോടതി വിധി നടപ്പാക്കാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന കാര്യം NSSനെ മാത്രമല്ല എല്ലാ വിശ്വാസ സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായി. രണ്ടാമത്തെ കാര്യം, ആ വിധി ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPIM മുൻകൈയെടുത്ത് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ആ വിധി നടപ്പാക്കുന്നതിന് സഹായകരമായ ഒരു സ്ത്രീ പ്രവേശനത്തിന് ശബരിമലയിലേക്ക് പോവുകയല്ല ഞങ്ങൾ ചെയ്തത്. മറിച്ച് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യതയുടെ അഭിപ്രായം പൊതുമണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും സ്ത്രീകളെ അതോടൊപ്പം ചേർത്ത് നിർത്തുകയുമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താനായി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ശബരിമല ഒരു കലാപഭൂമിയാക്കാൻ ശ്രമിച്ചത് ആര്? NSSന് നല്ല ബോധ്യമുണ്ട്. അവിടെ ചോര വീഴ്ത്താൻ ശ്രമിച്ചതാര്? നല്ല ബോധ്യമുണ്ട്. അതേസമയം കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾ അടച്ചു പോവുക, അവിടെ പടുതിരി കത്തുക എന്ന അവസ്ഥ വന്നപ്പോൾ കേരളത്തിലെ സർക്കാർ ദേവസ്വം ബോർഡ് 100 കോടി രൂപ അവിടെ കൊടുത്തു. 1565 കോടി രൂപ ഈ ശബരിമലയുടെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും LDF സർക്കാർ ചെലവാക്കി. ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാനാകുന്ന യാഥാർത്ഥ്യം എന്താണ്? ഞങ്ങൾ കൃത്യമായി പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വിശ്വാസ സങ്കേതത്തിലെ ആചാരങ്ങളെ മാറ്റുക ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല. അന്നത്തെ കോടതി വിധി വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടില്ല. ഇവിടെയാണ് കോൺഗ്രസ് എവിടെയും ഇല്ലാതായി പോയത്. അവിടെയാണ് പ്രശ്നം. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന് എന്താ പറ്റിയത്? അല്ല, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസിന് എന്താ പറ്റിയത്? ഒറ്റ കാര്യം പറ്റിയുള്ളൂ, ഒരു കാര്യം പറ്റിയുള്ളൂ. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും. കോൺഗ്രസിന് എന്താ പറ്റിയതെന്ന് വെച്ചാൽ, പന്തളത്തൊരു സംഗമം നടന്നു. ആ സംഗമത്തിൽ പറഞ്ഞത് വാവരുസ്വാമി തീവ്രവാദിയാണ്. അപ്പോൾ കോൺഗ്രസ് നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട ശ്രീ സുകുമാരൻ നായർ സാറ് പറഞ്ഞ കാര്യം എന്താണ്? വാവര് അയ്യപ്പൻ്റെ സഹായിയല്ലേ, അദ്ദേഹത്തെ സഹായിച്ച ആളല്ലേ? അതൊരാശയമാണ്. വാവരുസ്വാമി എന്ന് പറയുന്നത് ശബരിമലയുടെ അവിഭാജ്യ ആശയമാണ്. അത് തീവ്രവാദിയാണെന്ന് പറയുകയും അവിടെ വാപുരനെ കൊണ്ടുവെക്കാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം അപ്പുറം നടന്നു. കോൺഗ്രസ് എതിർത്തില്ല. അപ്പോൾ കോൺഗ്രസ് ശബരിമലയ്ക്കൊപ്പം ഇല്ല, പന്തളത്ത് കൂടിയിട്ടുമില്ല. അപ്പോൾ പക്ഷെ പ്രശ്നം എന്താണ്? വാവരുസ്വാമിയെ മാറ്റി വാപുരനെ മാറ്റുമ്പോൾ ശബരിമല അയ്യപ്പന്റെ സ്വത്വത്തിനെതിരായ കടന്നാക്രമണമാണ് സംഘപരിവാർ നടത്തുന്നത്. അതിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ കോൺഗ്രസ് എവിടെയാ? അതാണ് കോൺഗ്രസ് ഇല്ലാതായത്. ശരി ശരി. ശ്രീ രാജു പി നായർ, കോൺഗ്രസിന് സാമുദായിക പിന്തുണയില്ല, NSSന്റെ പിന്തുണയില്ല, SNDPയുടെ പിന്തുണയില്ല എന്നുള്ളത് CPM വലിയ ആത്മവിശ്വാസത്തോടു കൂടി കാണുകയാണ്. മൂന്നാം ഊഴം CPMനാണ് എന്നത് ഉറപ്പിച്ച് പറയുന്ന ഒരു പശ്ചാത്തലം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ ആരും സമവായത്തിന് വേണ്ടി ചെന്നിട്ടില്ല എന്നുള്ളത് NSS കൂടി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് സ്വരച്ചേർച്ച നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ്? മധു, കേരളം ഭരിക്കുന്നൊരു സർക്കാർ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇനിയിപ്പോൾ ഒരു മാസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് നിൽക്കെ അവർ പരാജയപ്പെടും എന്ന് പറയണമെന്ന് മാധു ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ യാഥാർത്ഥ്യബോധം ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ടൊരു രാഷ്ട്രീയമായിട്ട് ശരിയല്ല. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചോളം, MV ഗോവിന്ദനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇനിയും ജയിക്കും, ഞങ്ങൾ 100 സീറ്റ് മേടിക്കും എന്നൊക്കെ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിനൊരു രാഷ്ട്രീയമായ ശരിയുമുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് പറയാൻ പറ്റില്ല ഞങ്ങൾ തോൽക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മളതൊന്നും ആധികാരിക രേഖയൊന്നും അല്ലെങ്കിലും പൊതുവെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആണല്ലോ നമ്മളൊരു ചൂണ്ടുവലക എടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം 25% വോട്ട് വിഹിതം താഴാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു സാഹചര്യം നിൽക്കുമ്പോൾ ആ ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് മാധു ആഗ്രഹിക്കുന്നത് വളരെ ഒരു ഒട്ടും ലോജിക്കൽ അല്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, NSSന്റെ പിന്തുണ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ NSSന്റെ പിന്തുണയുണ്ടോ ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്ന് കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യും എന്നത് കൂടി ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ ചർച്ച അല്ല, നമ്മൾ തമ്മിലൊരു തർക്കമല്ല. നമ്മൾ പ്രേക്ഷകരോട് പറയുമ്പോൾ ആ പ്രേക്ഷകരോട് അതിന്റെ ലോജിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് നമ്മൾ തമ്മിലൊരു തർക്കത്തിലേക്ക് അതിൽ പോകണ്ട. രണ്ടാമത്തെ കാര്യം, NSSന്റെ പിന്തുണയുണ്ടോ ഇല്ലേ എന്നുള്ളത്. NSSും SNDPയും ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രശ്നാധിഷ്ഠിത പിന്തുണ എടുക്കുന്നുണ്ട് ഇല്ലേ? ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ഇത് പിണറായി വിജയനാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ ചുവയല്ല, തികഞ്ഞ വർഗീയ പ്രസ്താവനകളെല്ലാം നമുക്കറിയാലോ. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്നും ഈശ്വര ഭക്തനാണെന്നും പറഞ്ഞു. മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു ബിഷപ്പിനെ തെറി വിളിച്ചത്.
ഇപ്പോൾ വെള്ളാപ്പള്ളി ഗണേശൻ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി ഗണേശനെ ഒരു പഞ്ചസാരയിൽ പൊതിഞ്ഞൊരു വിമർശനം പോലും നടത്താൻ പിണറായി വിജയന് കഴിയുന്നില്ല. കാരണം അത്തരത്തിലുള്ള വലിയൊരു പടുകുഴിയിലാണ് അദ്ദേഹം ചെന്ന് പെട്ടിരിക്കുന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി ഗണേശൻ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ഇന്ന് വെള്ളാപ്പള്ളി ഗണേശൻ്റെ വീട്ടിലുണ്ടായിരുന്ന BJPയുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരനായിരുന്നു കേട്ടോ, മറക്കരുത് ഇല്ലേ? വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് മുരളീധരൻ്റെ കൂടെ ഇരുത്തി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങളുടെ വിഷയങ്ങൾ പ്രശ്നാധിഷ്ഠമാണ്. ശരിയായിരിക്കും, കാരണം ഒരുപക്ഷെ ഈ BJPയും CPMും തമ്മിലുള്ള പാലമായിരിക്കാം വെള്ളാപ്പള്ളി ഗണേശനും അകത്ത് തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഭാഗവും വെള്ളാപ്പള്ളി ഗണേശൻ പിണറായിയുടെ ഭാഗവും ആകുമ്പോൾ അത്തരത്തിലുള്ള ഈ ഒത്തുതീർപ്പുകളുടെ വേദി ആയിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ പോകണ്ട, ചകഞ്ഞു പോകണ്ട. പിന്നെ രണ്ടാമത് NSSൻ്റെയാണ്. NSSൻ്റെ ഇപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ അവർ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ ജനുവരി 2, 2025 സുകുമാരൻ നായർ പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. വിഷയം ഈ മേൽമുണ്ടും ഷർട്ടും ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു. അവിടെ സുകുമാരൻ നായർ പിണറായി വിജയനെ കടന്നാക്രമിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആചാര ലംഘനങ്ങൾക്ക് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അവർ നിലപാടെടുക്കുന്നതിന് നമുക്ക് ആർക്കും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ 2 പ്രസ്താവനയും കൂടി കൂട്ടിവെച്ചിട്ട് CPM ഇനിയിപ്പോൾ മേൽമുണ്ടും ഷർട്ടും ധരിച്ച് അമ്പലത്തിൽ കയറുന്നതിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് മാറിയോ എന്നുള്ള പ്രശ്നം, ഇതൊന്നും സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നും ബാധിക്കുന്നൊരു വിഷയമല്ല. അതൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്ന ചില ആൾക്കാരെ ബാധിക്കുന്ന വിഷയത്തിനപ്പുറമൊന്നും ഒരു വിഷയവും അതിനകത്തുള്ള കാര്യമല്ല. ഏതെങ്കിലുമൊക്കെ സമുദായ നേതാക്കന്മാർ വിചാരിച്ചാൽ ഏതെങ്കിലുമൊക്കെ മുന്നണി ജയിക്കാനും ഏതെങ്കിലും മുന്നണി പരാജയപ്പെടാനും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2021 വോട്ട് ചെയ്തിട്ട് സുകുമാരൻ നായർ ഇറങ്ങി വന്നത് അയ്യപ്പ കോപമുള്ളതാണ്, പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പും എന്നാണ് പറഞ്ഞത്. 99 സീറ്റ് നേടി വിജയിച്ചല്ലോ. അപ്പോൾ ശിക്ഷിക്കാൻ കഴിയാത്തവർക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ ഏതൊക്കെ സമുദായ നേതാക്കന്മാർ ആരെയൊക്കെ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം തോറ്റിട്ടുണ്ട്, ആരെയൊക്കെ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ജയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നമ്മളെ സംബന്ധിച്ചുള്ള ജനാധിപത്യത്തിന്റെ കോണിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ കൗതുകത്തോടു കൂടി തന്നെ നോക്കി കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു വികാരം സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ. പക്ഷേ ഈ പ്രശ്നാധിഷ്ഠിതം എന്ന് പറയുന്നത് മേൽമുണ്ടും ശബരിമലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ ആ പ്രശ്നം രണ്ടായി നിൽക്കുകയുള്ളൂ. ശബരിമലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ അത് അങ്ങനെയാണ്. കാരണം ഈ ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ NSSന്റെ നിലപാട് എന്തായിരുന്നു, അതേ ശബരിമലയുടെ കാര്യത്തിൽ ഇന്ന് NSSന്റെ നിലപാട് എന്താണെന്ന് നോക്കിയാൽ മേൽമുണ്ട് മാറി നിന്നാൽ ഒരേ പ്രശ്നത്തിൽ, പ്രശ്നാധിഷ്ഠിതം എന്നാണല്ലോ പറഞ്ഞത്, ഒരേ പ്രശ്നത്തിൽ 2 നിലപാട് NSSന്റെ ഭാഗത്ത് നിന്ന് കാലക്രമേണ ഭാഗമായി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ വരാം. അടുത്തൊരു VV രാജേഷ്. പക്ഷേ ഞാൻ പറഞ്ഞു തീർക്കാം എന്നിട്ട് പോവാം. ആ വിഷയം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തിട്ട് പോവാം. അയ്യപ്പം ശബരിമല നമ്മൾ തുടങ്ങിയാണല്ലോ, അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തിട്ട് പോവാം. അപ്പോൾ ഇപ്പം ശബരിമലയാണ് വിഷയം. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്താ? ഈ സർക്കാർ ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് എക്സ്ട്രീം നിലപാടായിരുന്നു. അത് അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഒരു സമവായത്തിലൂടെ പ്രശ്ന പരിഹാരം കണ്ടെത്തേണ്ടതിന് പകരം ഞങ്ങൾ ബലം പ്രയോഗിച്ച് കയറ്റുമെന്നുള്ളതും ആചാരം ലംഘിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പം സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയാണ്, സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ശബരിമലയെ സംബന്ധിച്ച് സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ട്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അല്ലെങ്കിൽ സർക്കാർ മറുപടി പറയേണ്ടത്, ഇരുട്ടിന്റെ മറവിൽ സമുദായ സംഘടനയുടെ തിണ്ണനിറങ്ങി ഈ സർക്കാർ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് എന്താണ്? കേരളത്തിലെ പുരോഗമനപരമായിട്ടുള്ള യുവതയുൾപ്പെടെയുള്ള ശബരിമലയിൽ എടുത്തിരുന്നൊരു നിലപാടിന്, നേരത്തെ എടുത്തിരുന്ന നിലപാടിന് ഘടകവിരുദ്ധമായി ഇന്ന് NSS ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടില്ല, ആചാര ലംഘനങ്ങൾ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്ന NSSനെ ഒത്തുതീർപ്പെത്തിക്കാൻ വേണ്ടി ഈ സർക്കാർ മതേതര കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ എന്താണ്, കൊടുത്ത ഉറപ്പുകൾ എന്താണ്? പൊതുസമൂഹത്തിന് അറിയാവോ? മാധുവിന് അറിയാവോ ഈ സർക്കാർ NSSന് കൊടുത്ത ഉറപ്പ് എന്താണെന്നുള്ളത്? ആ ഉറപ്പുകൾ എന്താണെന്ന് പറയണം. അതാണ് കാരണം ഈ നാട് മുഴുവൻ കലാപത്തിലേക്ക് പോകുന്ന രീതിയിൽ, വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കുന്ന രീതിയിൽ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ നാടകങ്ങൾ, ആ നാടകങ്ങൾ മുഴുവൻ ഒരു ദിവസം അയ്യപ്പ സംഗമം നടത്തി കഴിയുമ്പോൾ NSSന് അപ്പം തന്നെ പിന്തുണ കൊടുക്കുന്നതല്ല. മറിച്ച് സുകുമാരൻ നായർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിൽ കൊടുക്കേണ്ട ഉറപ്പുകളാണോ? കേരളത്തിലെ പൊതുജനം അറിയത്തക്ക രീതിയിൽ എന്തുറപ്പാണ് ഈ സർക്കാർ കൊടുത്തത്?
ആചാര ലംഘനങ്ങൾ നടത്താൻ അനുവദിക്കില്ല, ഈ പറയുന്ന സത്യവാങ്മൂലം പിൻവലിക്കും, അല്ലെങ്കിൽ കേസുകളുടെ കാര്യത്തിൽ എന്തുറപ്പ് കൊടുത്തു? അനിൽകുമാറിന് പറയാൻ സാധിക്കുമോ സ്പെസിഫിക് ആയിട്ട് എന്തുറപ്പ് കൊടുത്തു? അതല്ല എന്നുണ്ടെങ്കിൽ പുരോഗമന വിഭാഗത്തെ വഞ്ചിച്ചു എന്നാണ് എങ്കിൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരണേ ഞാൻ വരുമ്പോൾ. കാരണം അന്ന് ശബരിമല പ്രക്ഷോഭത്തിന്റെ കൂടെയായിരുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലപാട് എന്താണെന്ന് അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരണം, ഞാൻ വരാം. അഡ്വക്കേറ്റ് വി വി രാജേഷ്, പക്ഷേ CPM-ഉം കോൺഗ്രസുമേ ഉള്ളൂ. NSSന്റെ പിന്തുണയുടെ കാര്യത്തിൽ BJP എന്നൊരു ചിന്ത പോലും പെരുന്നക്കില്ല. അല്ല, NSS എന്താ ഉദ്ദേശിച്ചത്? അതായത് ഈ പെരുന്നയുടെ പിന്തുണ ആർക്ക് എന്നൊരു കോമ്പറ്റീഷൻ നിലവിൽ നടക്കുന്നത് CPM-നും കോൺഗ്രസിനും ഇടയിലാണ്. അല്ല, പെരുന്ന അങ്ങനെ വോട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ അടുത്ത വരാൻ പോകുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് പോകട്ടെ, രാഷ്ട്രീയ പിന്തുണ രാഷ്ട്രീയ പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പെരുന്നയിൽ നിന്ന് കൊടുക്കുന്ന ഒരുപോലെ. അതല്ലേ എന്താ ശരിദൂരം എന്നവർ പറയുന്നത്. ശരിദൂരവും സമദൂരവും ഒക്കെ പറയുമ്പോഴേക്കും തന്നെ മനസ്സിലാവും. ശരിദൂരം സമദൂരം ഒന്നല്ലല്ലോ. അതെ, സമദൂരവും ശരിദൂരവും ഒക്കെ NSS പറയുമ്പോഴേക്കും പിന്തുണ ആർക്കാണെന്ന് വ്യക്തമാവില്ല. ഞാൻ ചോദിക്കുന്നത്, NSS വരാൻ പോകുന്ന പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്ന കക്ഷിയെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത മാനങ്ങളിലേക്ക് എത്തുന്നത്? അവർ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ, നേരത്തെ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ എടുത്ത ഗവൺമെൻറ് തീരുമാനത്തിൽ NSSൻ്റെ നിലപാട് പറഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾ ശബരിമലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ നിലപാട് അതായതുകൊണ്ട് അതിനെ പിന്തുണച്ചു. അതിൽ എത്ര ആശ്ചര്യം. അല്ല, ഈ പറയുന്നത് അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട NSSന് മുൻപ് മറ്റൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, സമയത്ത് ഗവൺമെന്റ് അവിടുത്തെ വിശ്വാസങ്ങളെ NSSനും ഒരു നിലപാട് എന്ന നിലയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ NSS തയ്യാറായിരിക്കുന്നു, പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് ആ പിന്തുണയിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ കോൺഗ്രസിന് പിന്തുണ ഇല്ല എന്നുള്ളത് കൂടി അവിടെ നിന്ന് വ്യക്തമാകുന്നുണ്ടോ എന്ന ആശങ്കകൾക്കിടയിൽ കോൺഗ്രസ് CPM എന്ന കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ശരിദൂരം സമദൂരം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന എന്തിനാണ് സാധാരണഗതിയിൽ NSS ഞങ്ങൾ ഇന്നയാളെ പിന്തുണയ്ക്കും എന്ന് കൃത്യമായി പറയാറില്ല, എന്ന് വാക്ക് അടിസ്ഥാനത്തിൽ പറയാറില്ല. പക്ഷേ NSSന്റെ പിന്തുണ എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകാറുണ്ട്. അങ്ങനെ വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും പേര് മാത്രമേ പറഞ്ഞു കേൾക്കുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രണ്ട് പാർട്ടായിട്ട് ഉത്തരം പറയാം. ഒന്ന്, കോൺഗ്രസിന് ഈ ഇപ്പോൾ പറയുന്ന NSS SNDP ഒക്കെ അവിടെ പ്രതിനിധികളെ പമ്പയിലേക്ക് അയച്ചതിൽ ഒരു ആശങ്കയുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ആശങ്ക വരുന്നത്? കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ നിലപാടിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിന് അങ്കലാപ്പ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അടിത്തറയിലും ഞങ്ങളുടെ നിലപാടിലും ഞങ്ങളുടെ പ്രവർത്തനത്തിലും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് യാതൊരു അങ്കലാപ്പില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പാർട്ടിയും ഞാനും ഈ ചർച്ചയിൽ വളരെ കൂളായിട്ടുള്ള ഈ വിഷയത്തിനെ കാണുന്നത്. അതായത് ഇപ്പോൾ താങ്കൾ ഒരു വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ചോദിച്ചു. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ NSSനും BJPക്കും ഒരേ നിലപാടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രക്ഷോഭരംഗത്തുള്ളതുകൊണ്ടാണ് ഞാൻ പറയാം. NSS ഓരോ വിഷയത്തിൽ ഞാൻ NSSനെ കാണുന്ന സമയം മുതൽ തന്നെ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയം തന്നെ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് NSSൻ്റെതായ കാഴ്ചപ്പാടിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി, ഏത് ഗവൺമെൻറ് എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ള NSSനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഘടകമേ ഇല്ല. ഒരു വിഷയത്തിൽ NSS ആ വിഷയത്തെ എങ്ങനെ കാണുന്നു, അവർ ആ നിലപാട് പറയും. അതിൽ ആ നിലപാട് ചിലപ്പോൾ വിജയിക്കും, പരാജയപ്പെടും. ഒരിക്കലും BJP രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലും NSS സ്വീകരിക്കുന്ന നിലപാടും SNDP സ്വീകരിക്കുന്ന നിലപാടെന്ന് വിയോജിച്ചുകൊണ്ട് BJP നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, ഇതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കണം എന്നുള്ള നിലപാട് BJPക്ക് ആ നിലപാടുണ്ട്, NSSനും ആ നിലപാടുണ്ടായിരുന്നു. ഇത് NSSൻ്റെ പ്രതിനിധി സഭയിലോ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ പരസ്പരം ചർച്ച ചെയ്തിട്ടൊന്നുമല്ല എടുത്തത്. പക്ഷേ മുന്നോക്ക വിഭാഗക്കാരിൽപ്പെട്ട പിന്നോക്കമായി സാമ്പത്തികം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറയും നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ NSSും BJPയും പറഞ്ഞ നിലപാട് ഒന്നിലേക്ക് വന്നു, ഒരാശയത്തിലേക്ക്. അതിനുശേഷം വിയോജിപ്പുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, യോജിച്ചുള്ളത് സ്വീകരിച്ചിട്ടുണ്ട്. യുവതീ പ്രവേശന വിഷയത്തിൽ NSS തുടക്കത്തിൽ തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞു, അവർ പല പരിപാടികളും സംഘടിപ്പിച്ചു. BJPയുടെ നിലപാടും പറഞ്ഞു. ഇത് പരസ്പരം NSSും BJPയും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടൊന്നുമല്ല. ഗവൺമെൻറ്റിന് ആ സ്റ്റാൻഡിനെതിരായിട്ട് ഒരേ നിലപാട് രണ്ട് സംഘടന സ്വീകരിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരുമിച്ച് ചില മുന്നേറ്റങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലെ ഒരു ജനാധിപത്യ പ്രവർത്തനത്തിന് എതിരായിട്ട് മാനേജ്മെൻറ്റ് നിലപാടെടുത്തപ്പോൾ 10 വർഷം മുമ്പാണ്. ഞങ്ങളവിടെ സ്റ്റുഡൻസ് നടത്തിയ സമരത്തിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തു. ഇപ്പം ഞാൻ ഉൾപ്പെടെ അവിടെ ഉപവാസം അനുഷ്ഠിച്ച ആളാണ്. ഞങ്ങളുടെ വി മുരളീധരൻജി ഉപവാസം ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസോട് ഉപവാസം തുടങ്ങി. ആ സമരത്തിൽ ഞാൻ ഉപവാസം കിടന്നപ്പോഴേക്കും പാണക്കാട് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ളവർ കോൺഗ്രസിന്റെ പന്തൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കും കയറി ഷാൾട്ട് തന്നിട്ടുണ്ട്. അത് കോൺഗ്രസും BJPയും തമ്മിൽ ഒരുമിച്ചതിൻ്റെ അർത്ഥത്തിലില്ല. ഒരു ഇഷ്യൂവിൻ്റെ ബേസിൽ
നോക്കൂ ഇത് ഏയ്, ശരിയാണ്. ഒരു ഇഷ്യൂന്റെ ഇത് ബേസിൽ അങ്ങ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ശരി, പക്ഷെ അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് വളഞ്ഞു കെട്ടിയാണ് അത് എന്തേ വളഞ്ഞിട്ട് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് നോക്കൂ, ഇതിലൊരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ NSSന് വിശ്വാസമുണ്ട് ഇപ്പോൾ. മുൻപ് വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കണമല്ലോ സമരത്തിന് പോയിട്ടുണ്ടാവുക. പക്ഷേ ഈ കാലം കടന്നു പോകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് സ്വരച്ചേർച്ച ഉണ്ടായി എന്നുള്ളതാണ് പാർട്ടി അതിൽ വ്യക്തമാക്കുന്ന, പാർട്ടി അതിൽ കണ്ടെത്തുന്നതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ ആ പ്രതികരണം അങ്ങനെ വന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളെല്ലാം ചേർന്ന് ബദൽ സംഘമൊക്കെ നടത്തിയല്ലോ. അപ്പൊ NSS നിലപാട് ഞാൻ പറയട്ടെ, NSS സർക്കാരിൽ വിശ്വസിച്ചോട്ടെ. സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടിൽ NSS വിശ്വസിച്ചോട്ടെ. അത് NSSന്റെ വിശ്വാസമാണ്. അവർ വിശ്വസിക്കണമെന്നോ അവിശ്വസിക്കണമെന്നോ പറയാനുള്ള സ്വാതന്ത്ര്യം BJPക്കില്ല. ഇനി ഞാൻ പറയട്ടെ, NSS വിശ്വസിച്ചോടെ. NSSന്റെ ഒരു ബോഡിയിൽ ചർച്ച ചെയ്ത് അവരുടെ നേതൃത്വം എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഗവൺമെന്റിനെ വിശ്വസിക്കാനുള്ള, ഈ വിഷയത്തിൽ വിശ്വസിക്കാനുള്ള വിശ്വാസം എടുത്തോടെ. പക്ഷേ ഞങ്ങൾ CPMനെയും CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെയും രാഷ്ട്രീയമായി ഇപ്പോൾ അവർ ചൂട് മാറ്റുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബേസ്, അതായത് അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ശബരിമലയും ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെയും തകർത്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായി വരുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്കിന്റെ സാമുദായിക വിഷയത്തിൽ ഒരു ആചാരപരമായ വിഷയത്തിൽ BJPക്കാണോ NSSനാണോ അടിസ്ഥാനപരമായി നിലപാടെടുക്കാനുള്ള ഒരു ധാർമ്മിക അനിൽകുമാർ LDF ഗവൺമെന്റ് മുന്നേറ്റം പറഞ്ഞപ്പോൾ താങ്കൾ അനുവദിച്ചു. അല്ല, ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചുറ്റി വരഞ്ഞ താങ്കൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ തടസ്സപ്പെടുത്തിക്കോളൂ. ഞാൻ പറയട്ടെ, ഇപ്പോ ശബരിമലയെ തകർത്തുകൊണ്ട്, വിശ്വാസ പ്രമാണങ്ങൾ തകർത്തുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ഒരു ഹൈന്ദവ മുന്നേറ്റം തകർക്കാൻ CPM ശ്രമിച്ചിരുന്നു, പോലീസിനെ ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. അതിലാണല്ലോ M സ്വരാജ് കന്യയ്യപ്പന്മാർ പോകാത്തതുകൊണ്ട് മാളിയപ്പുറത്തമ്മയെ അയ്യപ്പൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അവിടുത്തെ അയ്യപ്പൻ ബ്രഹ്മചര്യം മാറി എന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു CPM നേതാവ് പോലും അതിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ. CPMന്റെ ഒരു ഘടകവും അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആ സ്വരാജ് സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തിലും സ്വന്തം നിയോജക മണ്ഡലത്തിലും ഏറ്റവും പുറകിൽ പോയപ്പോഴേക്കും CPM റിയലൈസ് ചെയ്തു ഇനി ഈ പൊളിറ്റിക്സ് നമ്മുടെ അടിത്തറ തകർക്കും. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും മുഖ്യമന്ത്രി തന്ത്രി കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും NSS ഒരു ദിവസം മറക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചോദിക്കട്ടെ, ഹിന്ദു വിശ്വാസം ഒരു സാമുദായിക വിശ്വാസം പോട്ടെ, സാമുദായികമായ വിശ്വാസപരമായ ആചാരപരമായ നിലപാടെടുക്കാൻ BJPക്കുള്ളതിനേക്കാൾ ധാർമ്മികമായ ഒരു അടിത്തറ മുൻതൂക്കം എന്ന് പറയുന്നത് NSSനാണ്. BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി രാഷ്ട്രീയമായി എടുക്കുന്ന നിലപാടാണ്. പക്ഷേ NSS ഒരു സാമുദായിക സംഘടനയാണ്. അതിന് ആചാരപരമായ നിലപാടെടുക്കാൻ, വിശ്വാസപരമായ നിലപാടെടുക്കാൻ BJPയേക്കാൾ സ്വാഭാവികമായും ധാർമ്മിക അടിത്തറ കൂടുതലുണ്ട്. ആ NSS പറയുന്നു ശബരിമല കാര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിന് വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, സർക്കാരിന് എന്താ? NSS വിശ്വസിച്ചോട്ടെ. അതാ ഞാൻ പറയുന്നത്, ശബരിമല സർക്കാർ വഞ്ചനാപരമായ നിലപാടെടുക്കുന്നു എന്ന് NSSന് പരാതിയില്ലെങ്കിൽ NSS നിങ്ങളുടെ കാര്യം രാഷ്ട്രീയം കൂടി കലർന്നാണ്. നിങ്ങൾ രാഷ്ട്രീയ എതിർപ്പ് വെച്ച് പറയുന്നു, രാഷ്ട്രീയ എതിർപ്പ് വെച്ച് പറയുന്നു, സ്വാഭാവികമായി പറയില്ലേ? ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആരിനോടാണ്? ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോടാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനോടാണ്. CPMന്റെ രാഷ്ട്രീയ ആശയങ്ങൾ ശബരിമല പോലുള്ള ഹൈന്ദവ മുന്നേറ്റങ്ങൾ, ഹൈന്ദവ ആരാധന നടപ്പിലാക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ NSSന് പരാതിയില്ല. അതൊരു സാമുദായിക സംഘടനയാണ്. അതായത് കേരളത്തിൽ പ്രബലമായ രണ്ട് സാമുദായിക സംഘടനകൾ, അതിന്റെ നേതാക്കൾ ശബരിമലയുമായും വിശ്വാസപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അപ്പോ അങ്ങനെ പറഞ്ഞു നിന്ന അതേ ഗ്രൗണ്ടിൽ വെച്ച് BJP പറയാണ് ഇവിടുത്തെ മുഴുവൻ ആചാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്ന് CPM പറയില്ലേ? CPM രാഷ്ട്രീയമായി പറയുന്നതിന് അപ്പുറത്ത് വിശ്വാസത്തെ ആചാരപരമായ കാര്യങ്ങളിൽ പറയാൻ കഴിയും. അങ്ങ് പറയുന്നതാണ് എനിക്കും പറയാൻ പറ്റും, പക്ഷെ എനിക്ക് അങ്ങോട്ട് ബഹുമാനുണ്ട്, അങ്ങനെ പറയില്ല. ഞാൻ പറയട്ടെ, ഇപ്പോ NSS ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കരുത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യം. അങ്ങ് പറഞ്ഞ കേക്കോ? ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ പറയുമ്പോൾ NSS പ്രവർത്തിക്കുന്നത് അല്ല, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തിക്കുന്ന BJPയുടെ സ്വതന്ത്ര അസ്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. NSS പ്രവർത്തിക്കുന്ന NSSന്റെ സ്വതന്ത്ര അസ്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആചാരപരമായ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യത്തിൽ കോൺഗ്രസിനേക്കാളും കൂടുതൽ സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായം പറയാനുണ്ട്. അവർ പറയാണ് സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് രാഷ്ട്രീയം എന്ന നിലയ്ക്ക് അല്ലല്ല, അവർക്ക് അതിന്റെ ഓതന്റിസിറ്റി ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തോട്ടെ.
വിശ്വാസപരമായ കാര്യത്തിൽ NSS ഓതന്റിസിറ്റി ഇല്ല, ഞങ്ങൾക്കുള്ളതെന്ന് പറ. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. NSS നിലപാട് സ്വീകരിച്ചത് ഇതിന്റെ പ്രശ്നം എന്താണ്? ഞാനിപ്പോ അതിനെ എതിർത്ത് പറഞ്ഞ് ഞാൻ അതിനെ എതിർത്ത് പറഞ്ഞ് NSS നിലപാടിനെ BJP തള്ളി പറഞ്ഞു എന്നുകൊണ്ട് ഒരു ഞങ്ങൾ CPM എക്കാലത്ത് ശബരിമല എടുത്തിട്ടുള്ള നിലപാട് തെറ്റാണ്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് അനിൽകുമാർ, നേരത്തെ ശ്രീ രാജു പിനാർ അങ്ങോട്ട് ചോദിച്ച ഒരു കാര്യം, NSSന് ഇരുട്ടിന്റെ മറവിൽ പോയി പുരോഗമന സമൂഹത്തെ വഞ്ചിച്ച് ഇരുട്ടിന്റെ മറവിൽ എണ്ണ നിരങ്ങി കൊടുത്ത് ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് എന്താണ് എന്നാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേതം ബഹുമാനപ്പെട്ട രാജീവ് പി നായരെ ആവാഹിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ആയിരിക്കും അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊരു ഭാഷയാണ്! കേരളത്തിലെ ഒരു സമുദായ സംഘടന ഒരു വിഷയത്തിനകത്തൊരു നിലപാട് സ്വീകരിച്ചു. അത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. അവർ കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ഏതെങ്കിലും നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അവരൊരു നിലപാട് പറഞ്ഞു. അതിലവർ പറഞ്ഞത് ശബരിമലയുടെ വികസനത്തിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു സംഗമത്തോട് ഞങ്ങൾ സഹകരിച്ചു. 31 സംഘടനകളാണ്, വിവിധ സമുദായ സംഘടനകളാണ് അവിടെ വന്നത്. അതൊരു ഭാഗം. അതേസമയം NSSനെ ആക്രമിച്ച തിണ്ണനിരങ്ങി ഭാഷയുടെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പന്തള സംഗമത്തെ എതിർത്തോ? വാവരെ തീവ്രവാദിയാക്കിയ വാവരസ്വാമിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ ആദ്യത്തെ ലോകത്തെ ഭീകരനാണെന്ന് പറയുന്ന തരത്തിൽ ഒരു പന്തളവും വർഗീയ സംഗമത്തെ ഒരു വരി കൊണ്ട് അദ്ദേഹം എതിർത്തോ? അദ്ദേഹം എന്നിട്ട് പറയുകയാണ് കേസ് പിൻവലിച്ചില്ല. ആരുടെ പേരിൽ? സംഘപരിവാരം ശക്തികളുടെ പേരിൽ. ബോംബെറിഞ്ഞതിൻ്റെ കേസ്, ശബരിമലയിൽ വിശ്വാസികളുടെ തലയിൽ തേങ്ങ എറിഞ്ഞ കേസ്, വത്സൻ തില്ലങ്കേരി നമ്മുടെ അയ്യപ്പന് മുന്നിൽ തിരിഞ്ഞു നിന്ന് 18-ാം പടിയിൽ നിന്ന് പ്രസംഗിച്ച കേസ്, ആ കേസൊന്നും പിൻവലിച്ചില്ല എന്ന് കോൺഗ്രസിൻ്റെ പരിതാപമാണ്. എന്തിനാ ഈ കോൺഗ്രസും BJP 2 പാർട്ടിയായിട്ടിരിക്കുന്നത്? നിങ്ങൾ ഒറ്റ പാർട്ടിയാകണം. അല്ല പിന്നെ ഇങ്ങനെ വർത്താനം പറയും. ഒരു വാക്കുകൊണ്ട് പോലും പന്തളത്തെ അയ്യപ്പ സംഗമം തെറ്റാണ്, അത് അയ്യപ്പ സംഗമമായിരുന്നില്ല, വർഗീയ സംഗമമായിരുന്നു എന്നിവർ പറഞ്ഞു. ഇനി ഇതിൽ യാഥാർത്ഥ്യം എന്താണ്? ഈ 2 കൂട്ടരും ഈ കോടതി വിധി വന്നപ്പോൾ സ്ത്രീകൾക്ക് മല ചവിട്ടാമെന്ന് ഫ്രണ്ട് പേജിൽ അച്ചടിച്ചൊരു ജന്മഭൂമിയുണ്ട്. ജന്മഭൂമി നിരോധിച്ചോ? BJPക്ക് ജന്മഭൂമിയായിട്ട് ബന്ധമില്ലേ? ഭയ്യാജി ജോഷിയായിട്ട് ബന്ധമില്ലേ? രാജഗോപാലുമായിട്ട് ബന്ധമില്ലേ? രാഹുൽ ഗാന്ധി ആരാണെന്ന് അറിയില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു കിടക്കുന്നത്. രാഹുൽ ഗാന്ധി ശബരിമലയെക്കുറിച്ച് വിധി അറിഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. സുവർണാവസരം ശ്രീധരൻപിള്ളി ഉണ്ടല്ലോ, ഗവർണറായിപ്പോയ ആൾ. ഇതൊക്കെ നമ്മുടെ കേരളം കണ്ടില്ലേ? അത് വികാരപരമായി കാര്യങ്ങൾ നിന്നൊരു കാലം. ഇപ്പോൾ വിവേകത്തിൻ്റെ കാലമാണ്. ഈ വികാരത്തിൽ നിന്നും വിവേകത്തിലെത്തിക്കപ്പോൾ 6 കൊല്ലം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ എവിടെയും പോയി ഉറക്കത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പോലെ പാതിരാത്രിയിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നൊരു സംഘടനയല്ല NSS. ഏതെങ്കിലും അത്തരം പ്രതിഫലം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് NSS എന്നാണോ കോൺഗ്രസിൻ്റെ ധാരണ? അതിൻ്റെ ചരിത്രത്തിലും അതിൻ്റെ പാരമ്പര്യത്തിലും അത്തരമൊരു പ്രസ്ഥാനം അത്തരം ഒരു ഡിമാൻഡുകളും വെക്കുന്ന പ്രസ്ഥാനമല്ല എന്നാണ് ഞങ്ങളുടെ ബോധ്യം. 9 കൊല്ലക്കാലത്തെ LDFൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് NSS അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യം എന്താണ്? ഞാനിവിടെ പറഞ്ഞു, ഈ ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും ആചാരങ്ങൾ ലംഘിക്കാൻ നിലപാട് സ്വീകരിച്ചത് സർക്കാരിന് എതിരായിട്ടാണല്ലോ. സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്ന് പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ NSS തയ്യാറാകാതിരുന്നതും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ പേരിലായിരിക്കുമോ? അതെ, അത് മനസ്സിലാക്കേണ്ട കാര്യം, NSS ആ സന്ദർഭത്തിൽ കേസിൽ കക്ഷിയാണ്. അവരാ കേസിൽ സ്ത്രീ പ്രവേശനത്തിൻ്റെ കേസിൽ അന്ന് ജയിച്ചില്ല. റിവ്യൂ ഹർജിയുമായി NSS തന്നെ പോയി. അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജി ചോദിക്കുന്നത് എന്താണ്? ഇത് നടപ്പാക്കിയില്ല ഇതുവരെ. ഇതല്ലേ ജഡ്ജി അവിടെ ചോദിച്ചത്? സ്റ്റേ അനുവദിച്ചോ? സ്വാഭാവികമായി NSS പ്രതിഷേധത്തിലേക്ക് പോയി. അത് അവരുടേതായ ഉത്തമ ബോധ്യമാണ്, അതിനവർക്ക് അവകാശമുണ്ട്. അവർ നാമജപ ഘോഷയാത്ര നടത്തി,
പ്രശ്നം എന്താണ്? അല്ല, അന്നും ഈ പറയുന്നത് പോലെ അങ്ങനെ തലകീഴായി ഒരു നിലപാടെടുക്കുമ്പോഴും സ്വാഭാവികമായും സർക്കാരിന് NSS-മായി അപ്പോഴും ആശയവിനിമയം നടത്താം. ഈ പറയുന്ന ഈ VN വാസവനും അടക്കമുള്ള നേതാക്കൾ എല്ലാവരും അന്നും ഉണ്ടല്ലോ. അപ്പൊ അന്നും വേണമെങ്കിൽ ആശയവിനിമയം, ഞങ്ങളെ വിശ്വസിക്കൂ, നിങ്ങൾ സമരത്തിൽ നിന്ന് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറൂ, ഞങ്ങൾ അവിടെ ആചാര ലംഘനം നടത്തില്ല എന്ന് പറയാമല്ലോ. അങ്ങനെ പറയുന്ന സർക്കാരിനെ NSS-ന് വിശ്വാസത്തിലെടുക്കാമല്ലോ. ഇത് രണ്ടും അന്ന് സാധ്യമായിരുന്നില്ല അഡ്വക്കേറ്റ് അനിൽകുമാർ. അവിടെയാണ് ബഹുമാനപ്പെട്ട മാധു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം വിലക്കിയ ഒരു കോടതി വിധി ഉണ്ടായി. അത് ജസ്റ്റിസ് പരിപൂർണൻ്റെ കോടതി വിധിയാണ്. ആ കോടതി വിധി അതിനുശേഷം വന്ന UDF സർക്കാരും അതിനുശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരും നടപ്പാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ ആചാരലംഘനം അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് ആര് ചോദിക്കുന്നു? ബഹുമാനപ്പെട്ട മാധു ചോദിക്കുന്നു. അപ്പം തലയ്ക്ക് മേലെ ഒരു സാധനം ഇരിപ്പുണ്ട്, സുപ്രീം കോടതി വിധി. ഇപ്പം സുപ്രീം കോടതി വിധി നമ്മുടെ തലയിലില്ല. നമ്മുടെ തലയിൽ ആ വിധി ഇല്ലാത്തടത്തോളം കാലം സർക്കാർ എന്ത് ചെയ്തു? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആചാരം ലംഘിച്ച് കളയാം എന്ന് കരുതി അന്നു തന്നെ സഖാവ് കൊടിയേരി വ്യക്തമാക്കി. ഞങ്ങൾ LDF പ്രവർത്തകർ, ഞങ്ങളുടെ വനിതാ പ്രവർത്തകർ വനിതാ മതിലിൽ പോകും, ശബരിമലയിലേക്കില്ല. അതാണ് ഞങ്ങളുടെ നയം. ഇപ്പോഴും ഞങ്ങളുടെ നയം അതാണ്. ഞങ്ങൾ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കും. പക്ഷെ ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ട് എന്താണോ കോടതി പറയുന്നത്, ആ കോടതി പറയുന്നത് അനുസരിക്കും. വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകളെ NSS-ന് പൂർണ്ണ വിശ്വാസമാണ് എന്നുള്ളത്. ആ വിശ്വാസം അന്നില്ലാതെ പോയ സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതാണ് കൃത്യമായ മറുപടി. ഇന്ന് കോടതി വിധിയില്ല. എന്താണോ NSS-ന് അരോചകമായി വന്ന കോടതി വിധി, ആ കോടതി വിധി ഇന്ന് പ്രാബല്യത്തിലില്ല. അത് നടപ്പാക്കേണ്ട ഒരു ബാധ്യതയും LDF സർക്കാരിനില്ല. അതുമാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ നടപ്പാക്കാൻ LDF രാഷ്ട്രീയമായി മുൻകൈ എടുത്തില്ല. ഭരണബാധ്യതയുണ്ട്, രാഷ്ട്രീയ മുൻകൈയില്ല. ഈ ബോധ്യം വന്നപ്പോൾ NSS അടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾ ബോധ്യപ്പെടുത്തിയത് മാത്രമല്ല, ഇവിടുത്തെ വിശ്വാസ സങ്കേതങ്ങൾ ഈ 9 കൊല്ലക്കാലത്തിനിടയ്ക്ക് അതിന് അഭിവൃദ്ധി ഉണ്ടാവുകയല്ല ചെയ്തത്. ശബരിമലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല ചെയ്തത്. അവിടേക്ക് വിചാരിക്കാത്തത് കൊണ്ട് NSS ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത്. ഇപ്പോ അന്ന് അങ്ങനെ ഒരു വിധി വന്ന സമയത്ത് NSS അത്തരം വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ NSS-ന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാരിന് ചെയ്യാമായിരുന്നുവെങ്കിലും സർക്കാർ ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് അന്നു തന്നെ അങ്ങനെ ഒരു നിലപാട് NSS-ന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് രാജു പി നായർ ചോദിച്ചത്, നിങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ അല്ലാതെ ഇരുട്ടിൽ വെച്ച് എന്തെങ്കിലും ഒത്തുതീർപ്പും ധാരണയും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നത്. അതെ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചത്ത് തലയിൽ മുണ്ടിട്ട് ചെന്ന് ഏതെങ്കിലും കാര്യം സാധിക്കാവുന്ന സങ്കേതങ്ങളല്ല നമ്മുടെ നാട്ടിലെ അഭിമാനമായി പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളുടെ കേന്ദ്രങ്ങൾ. അവിടെയൊന്നും ഇടതുപക്ഷ ജനാധിപത്യമുന്നണി അത്തരമൊരു ദൗത്യം നിർവഹിക്കുന്നവരുമല്ല. ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ നിയമനിർമ്മാണം നടത്തും പാർലമെൻറ്റിൽ എന്ന് പറഞ്ഞ വീരന്മാരാണ് RSS അല്ലെങ്കിൽ BJP. അവരോട് പോയി 2 കോൺഗ്രസ് ഇതൊരു തരമായി കിട്ടിയിട്ട് പറ്റിച്ച് നടക്കല്ലേ, കള്ളത്തരം കാണിച്ച് നടക്കല്ലേ. കള്ളക്കളി നടത്തിയ 2 കൂട്ടരുടെയും കള്ളത്തരം അവർ മനസ്സിലാക്കി. അതേസമയം സത്യസന്ധമായി ഒരു വിധിയുടെ ബാധ്യത കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ബാധ്യസ്ഥമായി പോയ ഭരണഭാരം ഞങ്ങൾക്കുണ്ടായതിനപ്പുറത്ത് ഞങ്ങളുടെ ഭാഗത്ത് മറ്റൊരു കാര്യമില്ല എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. LDF-ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് ഞങ്ങൾ അധികാരത്തിലിരുന്ന് 9.5 കൊല്ലക്കാലം കഴിയുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന സാധനത്തിലേക്കല്ല കേരളം പോകുന്നത്. എന്തുകൊണ്ടാണ് പോകാത്തത്? ഞങ്ങൾക്ക് അനുകൂലിക്കുന്നവരോ എതിർക്കുന്നവരോ നോക്കാതെ എല്ലാവർക്കും നീതി കൊടുക്കുന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നീതിയുടെ ബോധ്യമാണ് NSS-ൻ്റെയും മറ്റു സമുദായ സംഘടനകളുടെയും പങ്കാളിത്തം അയ്യപ്പ സംഘത്തിൽ ഉറപ്പാക്കിയത്. മറുഭാഗത്ത് കേരളത്തെ കാത്തിരിക്കുന്ന വാവുളർക്കുന്ന ഭീകരവാദം, ആ ഭീകരവാദമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് വാവൂരുസ്വാമിയുടെ സങ്കല്പത്തെ ഇല്ലാതാക്കുന്നു, തത്വമസിയെ തകർക്കുന്നു. ശബരിമലയുടെ ചൈതന്യം എന്ന് പറയുന്ന തത്വമസിയാണ്. ആ തത്വമസിക്കകത്ത് ഉൾച്ചേർന്നിരിക്കുന്നതാണ് അയ്യപ്പന്റെ കാവലാളായ വാവർ. അവിടെ വാവൂരിനുമായിട്ട് എഴുന്നള്ളുന്ന RSS ഉണ്ട്, RSS-ന് എതിർക്കാത്ത കോൺഗ്രസും ഉണ്ട്. ഈ ചർച്ചയിൽ സംസാരിച്ചിട്ടേ ഇല്ല. കോൺഗ്രസിന്റെ പ്രതിനിധി വാവൂരിനെ കുറിച്ച് പറഞ്ഞില്ല, കോൺഗ്രസിന്റെ പ്രതിനിധി വാവൂരിനെ എതിർത്തില്ല. എന്താ അതിനർത്ഥം? ഇവർ വാവൂർസ്വാമിയുടെ കൂടിയല്ല,
ഇവർ അയ്യപ്പസ്വാമിയുടെ കൂടി അല്ല എന്നല്ലേ വിശ്വാസികൾ മനസ്സിലാക്കുക. ശരി ശരി ശ്രീ രാജു പി നായർ, ഇപ്പൊ ഈ ശാന്താനന്ദ നടത്തിയ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു അഭിപ്രായവും ഇല്ലേ? ഇത്തരം വിഷയങ്ങളിലൊക്കെ ആധികാരികമായി വളരെ കൃത്യമായ അഭിപ്രായം പറയുന്ന ആളുകളല്ലേ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം എന്ന് ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ ഇപ്പോ CPM വർഗീയവാദികളെ വേദിയിലിരുത്തി എന്നൊരു പരാമർശം ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയല്ലോ. ആ വർഗീയവാദി ആരാണ് എന്നാണ് പ്രതിപക്ഷ നേതാവും വിചാരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ബദൽ സംഗമ വേദിയിൽ ശാന്താനന്ദ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടും സ്വാഭാവികമായും കോൺഗ്രസിന്റെ അഭിപ്രായം ഉണ്ടാകണമല്ലോ. മാധു, ആദ്യത്തെ കാര്യം, ഞാൻ ചോദ്യത്തിന് ഉത്തരവെഴുതുന്ന ആളാണ്. മനസ്സിലായി? ഒരു ചർച്ചയിൽ വിളിച്ചിട്ട് ഇന്ന വിഷയമാണ് ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിനാണ് ഉത്തരവെഴുതുന്നത്. അതല്ലാതെ അനിൽകുമാറിനെ പോലെ മറുപടി ഇല്ലാതെ ആവുമ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്ക് ഓടുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് മറുപടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ബാബുറിനെ സംബന്ധിച്ച് നേരത്തെ ചോദിച്ചത്, പിന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാം, എന്തിനാണ് നിങ്ങൾ 2 സംഗമം നടത്തിയത്? നിങ്ങൾ നടത്തിയതാണല്ലോ 2 സംഗമങ്ങളും. എന്തിനാണ് നിങ്ങൾ 2 സംഗമം നടത്തിയത്? ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ മതേതരത്വത്തെ പിന്നിൽ നിന്ന് കുത്തി വെട്ടിമുറിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ സ്വന്തം കാറിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയും അവിടെ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിക്കുകയും ചെയ്യാം. ഇപ്പം പറഞ്ഞല്ലോ RSSന്റെ വർഗീയത. RSSന്റെ വർഗീയതയുടെ ഏറ്റവും ഭീകരമായ മുഖമായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ആ വേദിയിൽ വായിക്കുകയാണ്, ലെജിറ്റിമസി കൊടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാധു, ഈ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി അകത്ത് കയറുമ്പോൾ പോടാ മോദി എന്ന് പറഞ്ഞ് ഗോ ബാക്ക് മോദി, അവരുടെ പോടാ മോദി എന്നുള്ള അവരുടെ നടത്തുമ്പോൾ അത്ര വലിയ ഇതല്ല. പക്ഷെ ഗോ ബാക്ക് മോദി എന്ന അർത്ഥത്തിൽ വരുന്ന ക്യാമ്പയിൻ നടത്തുകയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ? അതല്ലേ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം? അല്ലാണ്ട് സ്വന്തം അർദ്ധ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് വായിച്ച് അതിന് ലെജിറ്റിമസി കൊടുക്കുന്നതാണോ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം? എവിടെയാ നിങ്ങൾ 2 സംഗമം നടത്തി? എന്തിനാ BJP-ക്കാരുടെ കാശ് കളഞ്ഞത്? ഒരുമിച്ചങ്ങ് നടത്തിയാൽ പോരായിരുന്നോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അനിൽകുമാർ പറയാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേതം കയറിയിരിക്കുകയാണ്. നല്ല കാര്യമാണ്. കറതീർന്ന മതേതരവാദിയായ നിലപാടുകളുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേതം കയറിയിട്ടെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു. പിണറായിയുടെ പ്രേതം കയറിയാൽ ഞാനൊരു വർഗീയവാദിയായി മാറും. വോട്ടിനു വേണ്ടി തരാതരം പോലെ ഇസ്ലാമോഫോബിയ കത്തിക്കുകയും സംഘപരിവാറിന് വിടുവേലയും ചെയ്യുന്ന വർഗീയവാദിയുടെ പ്രേതമായി എനിക്ക് മാറാൻ കഴിയാത്തതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ആ നരേന്ദ്രമോദിയുടെ 240ലേക്കുള്ള പതനം. എന്ത് അവകാശം പറയാൻ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെട്ടി കുടുംബവുമായിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും നടന്ന ആള് ഇന്ത്യയുടെ അതിനുശേഷം നടന്ന 5 ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോലും പോയി പ്രചരണം നടത്താത്ത ആള് ഏത് അവകാശത്തിന്റെ പേരില നരേന്ദ്രമോദി 2 ഘടകകക്ഷികളും കൂട്ടി ഭരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നത്? അതോടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. മാധു, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഡിഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗിവ് NSS any assurance? Yes, the government assured that they will resolve the issue in Shabarimala. They also assured us that the customs will be protected and they don't do anything against it. The assurance was conveyed by Devasam Minister V.N. Vasavan with the Chief Minister's knowledge. അനിൽകുമാറിന് ആചാര സംരക്ഷണം എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തുറന്നു പറയാനുള്ള ആർജവം നട്ടെല്ലുമില്ലെങ്കിൽ സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖത്തിൽ പറഞ്ഞ V.N. വാസവൻ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആചാര സംരക്ഷണം ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്ത ഉറപ്പ് പറഞ്ഞ സുകുമാരൻ നായർ കള്ളം പറഞ്ഞതാണ് എന്ന് പറയാൻ കഴിയുമോ? സുകുമാരൻ നായർ കള്ളം പറഞ്ഞാണ് നിങ്ങൾ പറയൂ? അതിനിടയിലല്ലോ ശബരിമലയിലെ ആചാരങ്ങൾ വരുന്ന വഴി നടക്കുന്ന വഴി നടക്കട്ടെ. അതിന് പോയി വിരുദ്ധാഭിപ്രായത്തിൽ നിൽക്കാൻ കഴിയുമോ? ആചാരത്തിനെതിരായി നിൽക്കില്ല എന്ന് പറയുന്നതും ആചാര സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങും എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. മാധു, ഈ ചിന്ത 2018 ഈ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ BJPക്ക് ഇത്രമാത്രം വർഗീയത ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കില്ലായിരുന്നല്ലോ. അന്ന് എന്താ പറഞ്ഞത്? തന്ത്രിയുടെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയല്ല ശബരിമലയുടെ താക്കോൽ വെച്ചിരിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഇല്ലേ? ആചാര സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്ന പോലെ നടക്കട്ടെ എന്നുള്ള ചിന്തയായിരുന്നോ? 2 സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ കയറിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് കഥകൾ നിങ്ങളുടെ ആർക്കൈവ്സിൽ നോക്കിയാൽ കിട്ടുമല്ലോ, ഇല്ലേ? അപ്പോൾ ശബരിമലയിലെ ആചാര സംരക്ഷണം അതിനിടെ കൂടി അനിൽകുമാർ ഒരു കള്ളം കൂടി പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി അന്നുണ്ടായിരുന്നു, ഇന്ന് തലയ്ക്ക് മുകളിലില്ല. കള്ളമാണ്. സുപ്രീം കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല.
സുപ്രീം കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ ഭരണഘടനാപരമായ ആ സുപ്രീം കോടതി നൽകുന്ന അവകാശം ഇന്നുണ്ട്. എന്തുകൊണ്ട് കള്ളം പറയരുത്? ഞാൻ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒന്ന് താവളം എടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരിടം എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ ഭാഗമായിരുന്നു. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്, അങ്ങനെ വർഗീയവാദിയെ വേദിയിലിട്ടില്ലെന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ ആ വർഗീയവാദിയെ ഉദ്ദേശിച്ചത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഇനി അത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാൾ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബദൽ സമ്മേളനത്തിൽ ശാന്താനന്ദ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അഭിപ്രായമില്ലേ? ഞാൻ രണ്ടാമത്തെ തവണ ചോദിക്കുന്നത്, സമയപരിമിതിയുണ്ട്, അങ്ങ് അതിലേക്ക് വരണം. മാധു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വവും ആ പെരുന്നയിൽ അവിടെ നടന്ന് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിലെ അതിന് മതവിദ്വേഷം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ സംഗമത്തെ തന്നെ ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാ? BJP നേരിട്ട് വന്ന് വർഗീയതയാണ് എന്നുള്ളത് നമുക്കറിയാം. BJP ചെയ്യാൻ പോകുന്നതാണെന്നറിയാം. പക്ഷെ പിന്നിലൂടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ കുത്തുന്ന പിണറായി വിജയൻ എന്ന വർഗീയവാദിയാണ് ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. മറ്റേത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അവർക്ക് ഇതുവരെ കേരളത്തിൽ ഒരു ലെജിറ്റിമസി കിട്ടിയിട്ടില്ലല്ലോ. ഒരു MLA പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ലെജിറ്റിമസി അവർക്ക് വർഗീയവാദികളാണെന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ഇന്ന് പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയാം. ശ്രീ രാജു പി നായർ, ശാന്താനത്ത് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, വാമനൻ എന്ന് പറയുന്നത് വാമനൻ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ ഓണത്തെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടി തീവ്രജാതികൾ നടത്തുന്ന പരാമർശങ്ങളാണ്. ആ പരാമർശങ്ങളൊന്നും ഒരു കാലത്തും പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ ആ പരാമർശങ്ങൾ ഉണ്ടാക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ ഉള്ള BJPയുടെ ശ്രമത്തിന് ചൂട്ട് തെളിക്കുന്ന ആറാട്ടുമുണ്ടനാണ് പിണറായി വിജയൻ. സംഘപരിവാറിന് മുമ്പിൽ വെള്ളാപ്പള്ളി നടേശനെ കൈപിടിച്ചുകൊണ്ട് വർഗീയതയിലേക്ക് കേരളത്തെ മുക്കിയിടാൻ ചൂട്ട് തെളിക്കുന്ന ആറാട്ടുമുണ്ടനാണ് പിണറായി വിജയൻ. അയാളെയാണ് ഇവിടെ തുറന്നു കാണിക്കേണ്ടത്. പിണറായി വിജയൻ എന്ന വർഗീയവാദിയാണ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത്. 4 വോട്ടിന് മുമ്പ് ഏത് നിലപാടും മാറ്റും, ഏത് തറപ്പടിയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ കൗടില്യത്തെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത്. ഏതാ അല്ല, അങ്ങേക്ക് ശാന്താനന്ദ എന്ന് പേര് പറഞ്ഞ് വിമർശിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലായില്ല മാധു. എന്നെ സംബന്ധിച്ചോളം, ഞങ്ങളെ സംബന്ധിച്ചോളം യാതൊരു ബുദ്ധിമുട്ടില്ല. മാധുവിന് പിണറായി വിജയൻ വർഗീയവാദിയല്ലെന്ന് സ്ഥാപിക്കണമെങ്കിൽ ആയിക്കോ. പക്ഷെ സംസ്ഥാനത്തിന്റെ ചെലവിൽ ഈ നാട്ടിൽ വർഗീയത കുത്തുവെക്കുന്ന വർഗീയവാദിയാണ് പിണറായി വിജയൻ എന്നുള്ള തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. RSSഉം BJPയും ഈ നാടിനെ നശിപ്പിക്കുന്ന വർഗീയവാദികളാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷെ ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുറംമോടിയായതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും തീവ്ര മുന്നോട്ടുപോകാനുള്ള ഒരു ആർജവം ഉണ്ടാകുന്നത് ആരെങ്കിലും ഫേവർ ചെയ്ത് കളയും, അല്ലെങ്കിൽ CPM-നെ ഫേവർ ചെയ്ത് കളയുമെന്ന് CPM-കാർ പോലും വിചാരിക്കില്ല എന്നുള്ളിടത്താണ് എനിക്ക് ഇത്തിരി ഒരു ആത്മവിശ്വാസം ബാക്കിയുള്ളത്. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. മാധു, ഈ അയ്യപ്പ സംഘം, പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ മാതൃഭൂമി ചർച്ച നടത്തിയിട്ടുണ്ടോ? എത്ര ദിവസം നടത്തിയോ? അന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നോ? അന്ന് ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി സംഗമത്തെ കുറിച്ചാണ് പറയുന്നത്. പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ബൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കും. നിങ്ങൾ ചോദ്യം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ അങ്ങ് പറഞ്ഞില്ല. സ്വാഭാവികമായും കോൺഗ്രസിന് അതിലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് ആവർത്തിച്ച് ഇപ്പോൾ പറയാൻ കഴിയാത്ത പന്തളത്ത് പങ്കെടുത്ത പ്രതിനിധിക്ക് മാത്രമേ അതിൽ മിണ്ടാൻ പാടുള്ളൂ. അതല്ല, ഇപ്പൊ CPM-നെ കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനമായിരുന്നെങ്കിൽ അങ്ങടക്കം എല്ലാ നേതാക്കളും ആളാവണ്ണം പ്രതികരിക്കുമായിരുന്നല്ലോ. അന്ന് അവിടെ പങ്കെടുത്ത ആൾക്ക് മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും പ്രതികരിക്കാൻ പാടില്ല. ഏത് ചോദ്യ പേപ്പറാണ് എന്റെ മുന്നിലേക്ക് വെച്ചത്? ഞാൻ ഒരു ചോദ്യപേപ്പറും മുന്നോട്ട് വെച്ചിട്ടില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചു, 2 തവണ ചോദിച്ചു. സ്വാഭാവികമായും ചോദിക്കാമല്ലോ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്
കാര്യങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽകുമാറിന് മുന്നിലേക്ക് ഞാൻ വെക്കുകയുണ്ടായല്ലോ. ഇന്ന് നിരങ്ങി എന്ത് ഒത്തുതീർപ്പാണ് എന്ന് ഉണ്ടാക്കിയത് എന്ന് അങ്ങ് ചോദിച്ച ചോദ്യമാണ് ഞാൻ അനിൽകുമാറിനോട് ചോദിച്ചത്. അപ്പൊ അനിൽകുമാർ കോൺഗ്രസിന്റെ ചോദ്യപേപ്പർ നീട്ടി തന്നതാണല്ലോ മാധു എന്ന് ചോദിച്ചാൽ ഞാൻ പറ്റില്ലേ? അപ്പോ അനിൽകുമാർ ചോദിച്ച ചോദ്യം, ശ്രീ രാജു നായർ, അനിൽകുമാർ ചോദിച്ച ചോദ്യം ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് നീക്കി വെച്ചിരിക്കുന്നു. അത് എന്റെ ചോദ്യപേപ്പർ അല്ല, അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ ചോദ്യപേപ്പറാണ്. അത് അങ്ങയുടെ ചോദ്യം പോലെ തന്നെ. അല്ല അഡ്വക്കേറ്റ് പന്തളത്ത് പങ്കെടുത്ത പ്രതിനിധിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ, അദ്ദേഹം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവിനോ അങ്ങേക്കോ ആ പേരെടുത്ത് വിമർശിക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യമുണ്ടോ, പരിമിതി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഡയറക്റ്റായി വളരെ ധൈര്യമായിട്ട് പറയുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് മാധു പന്തളത്തെ സംഗമത്തെ കുറിച്ച് ഈ ചർച്ചയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ? മാധുവിന്റെ ചോദ്യം, മാധു എഴുതിയ പരാമർശങ്ങളെ ഞങ്ങൾ തള്ളി പിണറായി വിജയൻ ആ സംഗമത്തിന് ചൂട്ട് പിടിച്ചു കൊടുത്ത ആറാട്ടുമുണ്ടനാണ് എന്നൊരു പരാമർശം നടത്തി. അപ്പോഴും അങ്ങ് ശാന്താനന്ദ എന്ന പേര് പറയാത്തതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ശരി, ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ വി വി രാജേഷ്, ഈ വിഷയത്തിൽ തന്നെ ഇപ്പം ശബരിമലയുടെ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് വാവർ എന്ന് പറയുന്ന സങ്കല്പം. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ നിർഭാഗ്യകരമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിനെ തള്ളിപ്പറയേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആ വിശ്വാസത്തിന്റെ ഭാഗമാണോ? അല്ല, ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴേക്കും ഓരോരുത്തരും അവരുടെ നിലപാട് സംസാരിച്ചു പോകും. ആ നിലപാട് അവരുടെ നിലപാട് അവർ പറഞ്ഞു പോകും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ കോൺഗ്രസിൻ്റെ പ്രതി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു വിവരക്കേട്ടൊരു പരാമർശം നടത്തി. വിവരക്കേടിൻ്റെ സർവകലാശാലയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഇതിലപ്പുറമൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ എൻ്റെ ശക്തമായ പ്രതിഷേധം, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത് അങ്ങനെ ഒരു മാധ്യമത്തെ ബഹിഷ്കരിച്ച് പോകുന്ന ഒരാളുടെ വിവരക്കേട് കൊണ്ട് ബഹിഷ്കരിച്ച് പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല, അത് കുറച്ചുകൂടി സംസ്കാര സമ്പന്നമായിട്ടൊക്കെ ചർച്ചയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം മലിനപ്പെടാതെ അങ്ങ് പോകും. കോൺഗ്രസ് ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് തിരിച്ചു പറയാൻ ആ ഭാഷകൾ നിങ്ങൾ ഉപയോഗിക്കാത്തത് പൊതുപ്രവർത്തനത്തിൽ മാന്യത അല്ലതുകൊണ്ടുള്ളതാണ്. അത് കോൺഗ്രസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ബൈ ബർത്ത് കിട്ടിയ ഒരു നേച്ചർ ആയിരിക്കും. തമിഴ്നാട് ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ലേ? അല്ല അല്ല, അത് ഇവിടെ ഒന്ന് വിളമ്പണ്ടല്ലോ. അല്ല, അതിലൊരു പ്രശ്നമുള്ളത് അത് ഇവിടെ ഒന്ന് വിളമ്പണ്ടല്ലോ. അല്ല, ഇതിനേക്കാൾ മോശപ്പെട്ട ഞങ്ങൾ ആ ടൈപ്പ് വാക്കൊന്നും ഉപയോഗിക്കരുത്. ഞങ്ങൾ ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയം പഠിക്കാത്തതുകൊണ്ടാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് അല്ല, ഗോ ബാക്ക് മോഡി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി വരുമ്പോ ഗോ ബാക്ക് മോഡി എന്ന് പറഞ്ഞാൽ ഗോ ബാക്ക് മോഡിയുടെ അർത്ഥം താങ്കളൊന്നും മിണ്ടായിരുന്നു. വർഗീയതക്കെതിരായുള്ള പോരാട്ടത്തിന്റെ താങ്കൾ കുറെ നേരം ഇവിടെ ബഹളം കാണിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നില്ലേ? അല്ല, ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ ഞാൻ എന്റെ ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറയുന്നത് ഗോ ബാക്ക് മോദി എന്നുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വിഴിഞ്ഞത്ത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അതൊക്കെയാണ് എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, ഞാൻ എന്റെ സമയത്ത് പറയട്ടെ. ഞാൻ താങ്കളുടെ പറഞ്ഞില്ലല്ലോ. എനിക്കെതിരെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ല. താങ്കൾ കോൺഗ്രസിന്റെ പ്രതിയായിട്ടാണ് വന്നിരിക്കുന്നത്. താങ്കൾ കോൺഗ്രസിന്റെ പ്രതി. ഞാൻ താങ്കളോടല്ല പറയുന്നത്, കോൺഗ്രസിന്റെ നേതൃത്വത്തോടാണ്. താങ്കളോട് പറയാൻ എനിക്ക് പ്ലാനില്ല. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം മാന്യമായിട്ട് സംസാരിക്കുന്നവരെ ചർച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ആ അന്തരീക്ഷം മലിനപ്പെടാതെ പോകും. പിന്നെ മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. മാധു, അടങ്ങിയിരിക്കണം മിസ്റ്റർ. താങ്കൾക്ക് സമയം തരുമെന്നുണ്ടെങ്കിൽ താങ്കളുടെ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിലും വലിയ പ്രസക്തിയൊന്നുമില്ല. താങ്കൾക്ക് അതുകൊണ്ട് മൂന്നാമതും നാലാമതും തോറ്റ് തുന്നം പാടിക്കുന്ന ആർക്കും വേണ്ടാത്തൊരു പാർട്ടിയുടെ പ്രതിയാണ് താങ്കളെ. താങ്കൾക്ക് ഒരു സമയം തരിക, അപ്പം സംസാരിക്കുക. എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. അത് ഞാൻ പറഞ്ഞതാ. തോറ്റ് താങ്കൾക്ക് സമയം, പിന്നെ താങ്കൾക്ക് സമയം കിട്ടുമെങ്കിൽ സംസാരിക്കുക. താങ്കൾക്ക് അവർ സമയം തമ്മിൽ സംസാരിച്ചു. ഇത് എന്റെ സമയമാണ്. മാധു, ഈ പ്രശ്നത്തിൽ യാതൊരു ആശങ്കയുടെ വിഷയമില്ല. ഗവൺമെന്റ് ഒരു നിലപാട് പറയുന്നു. ആ നിലപാടിനെ SNDP NSS ഞാൻ ചോദിച്ച കാര്യമല്ല ഞാൻ ചോദിച്ചാൽ ഈ പ്രശ്നത്തിനിടയിൽ വഴിതെറ്റി പോയതാണ്. അവരുമായി ബന്ധപ്പെട്ട് ബദൽ സംഗമത്തിൽ നടന്ന പരാമർശത്തിൽ BJPയുടെ നിലപാട് എന്താണ്? നിങ്ങൾ BJPയുടെ നിലപാട്, ആ സംഗമത്തിൽ BJPയുടെ നിലപാട്, BJPയുടെ നേതാക്കന്മാർ ശ്രീ അണ്ണാമലൈ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടുണ്ട്, കുമ്മൻ രാജശേഖരൻ പങ്കെടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു BJPയുടെ നിലപാട്. ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? പന്തളത്ത് നടന്ന, ഞാൻ പറയട്ടെ, പന്തളത്ത് നടന്ന സംഗമത്തിൽ, അയ്യപ്പ സംഗമത്തിൽ
BJP-യുടെ മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ നിലപാട് ഈ വിഷയത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. BJP-യുടെ മുതിർന്ന നിലപാട് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നിലപാടാണ്. പാർട്ടിയുടെ നിലപാട് ഇവിടെ ആവർത്തിക്കുന്നതിൽ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു സംഗമത്തിൽ ഒരു വലിയ പരിപാടി ഇതുപോലുള്ളൊരു പരിപാടിയിൽ വരുന്ന ഓരോരുത്തരും സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ വന്ന് ചാനൽ ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പമ്പയിൽ നടന്ന സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി എന്ന് പറയുന്ന കാര്യത്തിൽ വിമർശനം നടത്താറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്വാമിയെ ശരണമയ്യപ്പ ഞാൻ സമ്മേളനത്തിൽ വരുന്ന പലരും പല രീതിയിൽ പല രീതിയിൽ പറയുന്നത് വിചാരിക്കാത്തത് എന്താ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാനസികമായി ആ പമ്പയിൽ നടന്ന സമ്മേളനം ഉൾക്കൊണ്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം മാനസികമായി ശബരിമലയുടെ വിശ്വാസത്തെയും ആചാരത്തെയും ഉൾക്കൊണ്ടവരാണോ വാവർ എന്ന സങ്കല്പത്തിനെതിരെ അത്രയും മോശമായ പരാമർശം? നിങ്ങൾ ചെയ്യുന്നതെല്ലാം കിടിലം അല്ലെ? മറ്റുള്ളവരൊന്ന് മുഷ്ടി ചുരുട്ടിപ്പോയ ബുദ്ധിമുട്ട് വർഗീയതയുടെ വാളെടുത്ത് വീശുന്നതിന് ഒരു കുഴപ്പവുമില്ല. അല്ല, ഈ അനിൽകുമാറും മറ്റേ സംസാരിച്ചപ്പോൾ ഈ ബഹളവും ഞാൻ കേട്ടില്ലല്ലോ. താങ്കളൊന്ന് റിവൈൻഡ് ചെയ്ത് വെച്ചാൽ ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണല്ലോ ഇത്രത്തോളം ബഹളം. അപ്പൊ ഞങ്ങളും NSS തമ്മിലടിക്കാത്തതിന്റെ ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. അതായത് പമ്പയിൽ ഗവൺമെന്റ് നടത്തിയ സംഗമത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് കല്ലും മുള്ളും കാലി കുത്ത എന്ന് പറയുന്നു. ഈ രണ്ടിനും അവർ അയ്യപ്പൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED വാളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ട് സംസാരിച്ചെങ്കിലും അവരുടെ രണ്ടുപേരുടെയും മനസ്സ് ശബരിമലയിലോ ആ വിശ്വാസത്തിലോ അല്ല. അതുകൊണ്ടാണ് ശബരിമലയെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ തന്നെ വിളിക്കുന്ന മുദ്രാവാക്യമാണ് കല്ലും അല്ല. ശബരിമലയെ കുറിച്ച് അവരൊക്കെ തന്നെ വിളിക്കുന്ന ഞാൻ തിരുത്തിയല്ലോ. അതുപോലെയാണ് അവർ മൈൻഡ് അപ്ലൈ ചെയ്തല്ല ആ പരിപാടി നടത്തിയത്. അവർ മൈൻഡ് അപ്ലൈ ചെയ്തല്ല ആ പരിപാടി നടത്തിയത്. അർത്തുങ്കൽ പള്ളിയെ കുറിച്ചും വാവരെ കുറിച്ചും ഒക്കെ തന്നെ പിണറായി വിജയൻ പറയുന്നു. അർത്തുങ്കൽ പള്ളിയും വാവരും ഒക്കെ ശബരിയുമായിട്ട് കണക്ട് ചെയ്ത് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കൊണ്ടുള്ളതാണ്. പിണറായി വിജയൻ 2000 സംഗമം നടത്തി വർഗീയ പരാമർശം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യം. ഇനിയോ നടങ്ങിയിരിക്കും. പിണറായി വിജയൻ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുപിടിച്ചൊന്നുമില്ലല്ലോ അർത്തുങ്കൽ പള്ളിയും വാവരും ഒന്നും. അത് വന്നിട്ട് 2026 തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് വന്നിട്ട് പിണറായി വിജയൻ ഓർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റിയിട്ട് ആവേശത്തോടെ, അശുദ്ധിയോടെ യുവതികളെ കയറ്റിയിട്ട് ആവേശത്തോടെ പിണറായി വിജയൻ വന്നിട്ട് ലോകത്തോട് പറയുകയാണ് യുവതികൾ അവിടെ പ്രവേശിച്ചു, ഞങ്ങൾ ഉത്തരവ് നടപ്പിലാക്കി എന്ന് പറഞ്ഞ ആ മാനസികാവസ്ഥയാണ് ഞങ്ങൾ എതിർക്കുന്നത്. 2018 സുവർണാവസരം കണ്ടപ്പോൾ ഉണ്ടായത് മാത്രമല്ല ശബരിമലയും വാവരുമായുള്ള ബന്ധപ്പെട്ട സങ്കല്പം, അതിനെതിരെ നടത്തിയ പരാമർശത്തെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചത്. അപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന്റെ കുത്തക എടുത്ത് പറയുന്നവർക്കും ആ സങ്കല്പത്തിനെതിരെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് മറ്റു സുവർണാവസരം കണ്ടെത്തലാണോ സംഘപരിവാർ ലക്ഷ്യം എന്ന് ചോദിച്ചുള്ളൂ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും NSS പിന്തുണ വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്ന സാഹചര്യം വളരെ കൗതുകത്തോടു കൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്.